ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടാൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നത്? അപ്പോൾ നമുക്ക് എത്ര മാർക്കിനാണ് പരീക്ഷ നടന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമുള്ള ചോദ്യം. നോക്കിയേ, ഒരു പരീക്ഷയിൽ വിജയിക്കാൻ എത്ര ശതമാനം മാർക്ക് വേണം? 40% മാർക്ക് വേണം. 40% മാർക്ക് കിട്ടിയാൽ ജയിച്ചു എന്നർത്ഥം. അപ്പോൾ 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അതായത് ആ കുട്ടിക്ക് 120 മാർക്ക് കിട്ടി. പക്ഷേ 80 മാർക്കിൻ്റെ കുറവിലാണ് പരാജയപ്പെട്ടത്. അതായത് ആ 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിക്കുമായിരുന്നു. അതായത് 120 മാർക്ക് ഓൾറെഡി ഉണ്ട്, അതിനോടൊപ്പം 80 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിക്കുമായിരുന്നു. അപ്പോൾ ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ്? 200 മാർക്കാണ്. അതായത് 40% മാർക്ക് കിട്ടിയാലും നമ്മൾ ജയിക്കും, അതുപോലെ തന്നെ 200 മാർക്ക് കിട്ടിയാലും നമ്മൾ ജയിക്കും. ഇവിടെ അങ്ങനെയാണെങ്കിൽ 40% തന്നെയല്ലേ ഇവിടെ 200 എന്ന് പറയുന്നത്? 40%മാണ് ഇവിടെ 200. നമുക്ക് ആകെ മാർക്കല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഇവിടെ ആകെ നമ്മളെപ്പോഴും എത്ര ശതമാനത്തിലാണ് പറയുന്നത്? 100%-ലല്ലേ പറയുന്നത്. ഈ 100% എത്രയെന്നല്ലേ കണ്ടുപിടിക്കേണ്ടേ? എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ പോരെ. ക്രോസ് ചെയ്യുമ്പോൾ 200 ഗുണം 100 ഡിവൈഡഡ് ബൈ 40. ഇവിടെ അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഭാഗമുണ്ടല്ലോ, ആ കണ്ടുപിടിക്കേണ്ട ഭാഗത്തിനോടൊപ്പം ഏത് സംഖ്യയാണോ ഗുണിക്കുന്നത് ആ സംഖ്യ എപ്പോഴും ഡിവിഷനിലായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? നമുക്കിത് ഈ ഒരു 0 വെട്ടാം. 4ഉം 20ഉം വെട്ടുമ്പോൾ 5, ബാക്കി 5 ഗുണം 100, 500 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ.